ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് പറയുന്നു, നോക്ക്, നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടം വരുന്നത്. എടാ മക്കളെ, വാ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. സോറി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ നിധി പൊട്ടിക്കരയുകയാണ്. കയ്യിൽ പിടിച്ച് സുഭാഷ് പറയുന്നു, എന്താ മോളെ, അത് വിട്ടേക്ക്. കൈകൂപ്പി പൊട്ടിക്കരഞ്ഞ് നിധി പറയുന്നു, എന്നോട് ക്ഷമിക്കണം. തുടർന്ന് കരഞ്ഞ് സുനന്ദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലളിത പറയുന്നു, മോളെ സുനന്ദേ, അച്ഛൻ വരുമ്പോൾ ഇതൊന്നും അറിയാതെ നോക്കണേ മോളെ. ആ മനസ്സ് വിഷമിപ്പിക്കാൻ നമ്മളായിട്ട് ഇടയുണ്ടാക്കരുത്. അമ്മ മോളെ വിശ്വസിക്കട്ടെ, വിശ്വസിച്ചോട്ടെ മോളെ. സുനന്ദ പൊട്ടിക്കരയുമ്പോൾ പൊട്ടിക്കരഞ്ഞ് സുനന്ദയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ലളിത. ഇത് കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയും. തുടർന്ന് തിരുമേനി ചോദിക്കുന്നു, നട അടയ്ക്കാറായി, കെട്ടു നടത്തുന്നുണ്ടോ ഇല്ലയോ? ഇനിയും കാത്തു നിൽക്കാൻ പറ്റില്ല. സുധീഷ് പറയുന്നു, വേണ്ട തിരുമേനി, നട അടച്ചോ, കെട്ട് നടക്കില്ല, പെൺകുട്ടി വന്നില്ല. തിരുമേനി പറയുന്നു, ദാ പൂജിക്കാൻ ഏൽപ്പിച്ച താലി. അങ്ങനെ തിരുമേനി ആ താലി നീട്ടുമ്പോൾ അരികിലേക്ക് ചെന്ന് ആ താലി വാങ്ങുകയാണ് സുഭാഷ്. എല്ലാവരും വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, തിരുമേനി ദക്ഷിണ? തിരുമേനി പറയുകയാണ്, ഈശ്വരന്റെ പിന്തുണയില്ലാത്ത കല്യാണത്തിന് എന്ത് ദക്ഷിണ? അങ്ങനെ തിരുമേനി അവിടെ നിന്ന് പോകുമ്പോൾ കണ്ണു നിറഞ്ഞ ആ താലിയിലേക്ക് നോക്കി നിൽക്കുകയാണ് സുഭാഷ്. നീതി കരഞ്ഞുകൊണ്ട് സുഭാഷിനെ നോക്കുന്നു. സുധീഷിന്റെ അരികിലേക്ക് വന്ന താലി നീട്ടിക്കൊണ്ട് സുഭാഷ് പറയുന്നു, നീയല്ലേ വാങ്ങിയത്, ദാ സൂക്ഷിച്ചു വെച്ചേക്ക്. ചേട്ടാന്ന് വിളിച്ച് സുധീഷ് മടിച്ചു നിൽക്കുമ്പോൾ താലി കയ്യിലേക്ക് കൊടുത്ത് സുഭാഷ് പറയുന്നു, പോകാം മാടാ. അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിധിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. പിന്നാലെ ഹരീഷും നികേഷും പോകുന്നു. തുടർന്ന് രാത്രി എല്ലാവരും വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കല്യാണം മുടങ്ങി തിരിച്ചു വന്നതും ജോലിക്ക് പോയതല്ലേ? സുധീഷ് പറയുന്നു, എടാ ചേട്ടൻ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്നാ തോന്നുന്നത്. ഞാനേ വർക്ക് സൈറ്റിൽ കുറെ നേരം ഉണ്ടായിരുന്നു, ഒരു വാക്ക് പോലും അതേപറ്റി മിണ്ടിയില്ല. ഈ സമയം ജോലി കഴിഞ്ഞ് അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താ എല്ലാവരും കൂടി? ഒന്നുമില്ലാന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റിയില്ല. നികേഷിന്റെ കയ്യിൽ ഞാൻ കാശ് കൊടുത്തിരുന്നു, ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തോടാ നികേഷ്. നികേഷ് പറയുന്നു, ആ കഴിച്ചു. സുഭാഷ് പറയുന്നു, ശരി, ഞാനേ എനിക്കൊന്ന് കുളിക്കണം. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച അരികിലേക്ക് ചെന്ന് കരഞ്ഞ് കൈകൂപ്പി നിധി പറയുന്നു, സോറി സുഭാഷ് ഏട്ടാ. സുഭാഷ് പറയുന്നു, മോളെ എന്തിനാ ഇപ്പൊ കരയുന്നത്, എന്തു പറ്റി? ഐ ആം സോറി എന്ന് പറഞ്ഞ നിധി പൊട്ടിക്കരയുമ്പോൾ സുഭാഷ് ചോദിക്കാണ്, മോളെ എന്തിനാ ഇപ്പം സോറി ഒക്കെ പറയുന്നത്? ഏട്ടത്തി കരയല്ലേ എന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ആദ്യം ആ കൈ അങ്ങ് താഴ്ത്തിക്കേ. നോക്ക്, നീ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുവാ. നിധി പറയുന്നു, സത്യമായിട്ട് ഈ കല്യാണം നടക്കുമെന്നാ ഞാൻ വിചാരിച്ചത്, ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചതേ ഇല്ല. സുഭാഷ് ചോദിക്കുന്നു, മോളെ അത് വിട്ടേക്ക്, അതിനാണോ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഹരീഷ് പറയുന്നു, ഏട്ടത്തി അത് വിട്ടേക്ക്, സുനന്ദ എന്നും ഇങ്ങനെ തന്നെയാ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് അവളെ വിശ്വസിച്ചാ ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. അവൾ ഇങ്ങനെ ചെയ്തതില് ഏട്ടത്തി എന്ത് പിടിച്ചു? കരയാണ്ടിരിക്കെ. സുഭാഷ് പറയുന്നു, ദേ ആരും ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, അതിനു മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? കുറച്ചു നേരം അമ്പലത്തിൽ പോയിരുന്നു, അത്രേ ഉള്ളൂ. ഞാന് കുറെ നാളായി അമ്പലത്തിൽ പോയിട്ട്. അപ്പൊ ഭഗവതിക്ക് തോന്നിക്കാണും ഈ പേരിലെങ്കിലും എന്നെ കുറച്ചു നേരം അവിടെ പിടിച്ചിരുത്തണമെന്ന്. അതിന് നീ ഇപ്പൊ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ നിധി? നോക്ക്, ഇത് കാണുമ്പോഴാ ഞങ്ങൾക്ക് വിഷമം. കരയിലെ എടുത്തിന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, എന്നാലും ഞാൻ കാരണമല്ലേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടിയത്? സുഭാഷ് പറയുന്നു, മോളെ ഇങ്ങനെ കരയല്ലേ, എന്തേലും അസുഖം വരും. സുധീഷെ ഒന്ന് പറയടാ. സുധീഷ് പറയുന്നു, നിധി അങ്ങനെയൊന്നും ആരും നിന്നെ തെറ്റായിട്ട് കരുതിയിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടി ഒന്ന് പുറത്തേക്ക് വാ, കുറച്ച് ഫ്രഷ് എയർ കൊണ്ടാൽ മനസ്സിലൊരു സുഖം കിട്ടും. എടോ വേറെ എങ്ങോട്ടും പോകണ്ട, ആ മുറ്റത്തൊന്ന് ഇറങ്ങി നിന്നാ മതി. താമ്പാ. സുഭാഷ് പറയുന്നു, ചെല്ലു മോളെ, നീ ഇവിടെ നിന്ന് ഇങ്ങനെ കരയുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാ. ചെല്ല വാന്നും പറഞ്ഞ നിധിയെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് സുധീഷ്. തുടർന്ന് കണ്ണു നിറങ്ങി നിൽക്കുന്ന നിധിയോട് സുധീഷ് പറയുന്നു, താനത് വിട് നിധി, ഇയാള് നല്ലതിനു വേണ്ടി ഇതെല്ലാം ചെയ്തത്, പക്ഷെ സംഭവിച്ചത് എങ്ങനെയായി പോയി. അൾട്ടിമേറ്റ്ലി ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. നിധി പറയുന്നു, അവള് വരുമെന്ന് ഞാൻ അത്രയും വിശ്വസിച്ചു പോയി. അതാ. സുധീഷ് പറയുകയാണ്, ഞാനും വരുമെന്ന് തന്നെയാ കരുതിയത്. ഇയാളെക്കാളും സുഭാഷ് ഏട്ടനെക്കാളും ഒക്കെ എനിക്കായിരുന്നു നഷ്ടം. നിധി സംശയത്തോടു കൂടി നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, താനെന്താടോ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാ, നിങ്ങൾക്ക് എല്ലാവർക്കും കല്യാണത്തിന് ഏർപ്പാടാക്കുമെന്ന് പറഞ്ഞ പോയാ മതിയായിരുന്നില്ലേ? ഓടി നടന്നത് മൊത്തം ഞാനല്ലേ? കെട്ടാനുള്ള താലി വാങ്ങാൻ വേണ്ടി ജ്വല്ലറിയിൽ ചെന്നപ്പോൾ അരപ്പവന് പണിക്കൂലി അടക്കം 65,000 രൂപ. അവസാനം 2 ഗ്രാമിന്റെ ഒരു താലിയിൽ ഒതുക്കി. അപ്പോഴും വേണം 32,500 രൂപ. കയ്യിലുള്ളതാകെ 6,000 രൂപയും. അല്ല, ഈ ബിസിനസിന്റെ കാര്യങ്ങൾ അങ്ങനെയാണേ, ട്രാവൽസിന്റെ പണം മുഴുവൻ ഇങ്ങനെ ലൈനിൽ കിടക്കുകയാണല്ലോ. പെട്ടെന്ന് ലിക്വിഡിറ്റി ഉണ്ടായില്ല, പിന്നെ കടം വാങ്ങിച്ച് സംഗതി ഒപ്പിച്ചു. ഇത് കേട്ട് നിധി പറയുന്നു, നിങ്ങൾക്ക് ഞാൻ കാശ് തരാം. അപ്പൊ സുധീഷ് പറയുകയാണ്, അയ്യോ ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്? എടോ ഞാൻ കാശ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, എനിക്കൊരു നഷ്ടം ഉണ്ടായി എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാ. പിന്നെ നിധി ഇയാൾ എന്തിനാ എപ്പോ നോക്കിയാലും ഞാൻ വേണമെങ്കിൽ കാശ് തരാം, ഞാൻ വേണമെങ്കിൽ കാശ് തരാമെന്നാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത്രയ്ക്കധികം കാശുണ്ടോ ഇയാളുടെ കയ്യില്? നിധി പറയുന്നു, അന്ന് സ്വർണം കൊടുത്തില്ലേ, ആ കാശിൽ ഇയാൾക്ക് തന്നത് കഴിഞ്ഞ് ബാക്കി മുഴുവനും ഉണ്ട്. സുധീഷ് പറയുന്നു, അത് അവിടെ തന്നെ ഭദ്രമാക്കി വെച്ചേക്ക്, ഞാൻ ചുമ്മാ ഇത്രയും ചിലവായെന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം സുഭാഷ് ഏട്ടനും സുനന്ദയും തമ്മിലുള്ള കല്യാണം നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ ചെയ്തതാ. എന്ത് ചെയ്യാം, അവള് ചതിച്ചില്ലേ. ഇനിയിപ്പോ അത് പോട്ടെ, നമുക്ക് നോക്കാം. നിധി പറയുന്നു, കാശ് നഷ്ടമായത് ശരി തന്നെയാ, പക്ഷെ അതിലും വലിയ സങ്കടമാ സുഭാഷ് ഏട്ടൻ അനുഭവിച്ചത്. സുധീഷ്
സുധീഷ് മനസ്സിൽ പറയുന്നു അതെന്തായാലും കുറച്ചു കഴിഞ്ഞാൽ മറക്കും. പക്ഷെ കാശ് പോയത് തന്നെയല്ലേ. നിധി പറയുന്നു ഏതായാലും വാങ്ങിയതല്ലേ, തിരിച്ചു കൊടുക്കണ്ട. എന്തായാലും സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുമല്ലോ, അന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഞാനെടുത്ത് വെച്ചോളാം. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുന്നു അപ്പൊ അത് തീരുമാനമായി. അപ്പൊ നിധി പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി സുഭാഷ് ഏട്ടൻ എത്ര പണം മുടക്കിയതാ. അന്ന് ഈ വീടിന് മുന്നില് വലിയ പന്തലിട്ട് എത്രയോ പേരെ വിളിച്ച് ഗംഭീരമായിട്ടല്ലേ റിസപ്ഷൻ നടത്തിയത്. ഇത് കേട്ട് സുധീഷ് പറയുന്നു ഇയാള് പറയുന്നതില് ഒരു പോയിന്റ് കറക്റ്റാ. സുഭാഷ് ഏട്ടന് വേണ്ടി വാങ്ങിയ താലി എന്തെങ്കിലും ഒരു ദിവസം യൂസ്ഫുൾ ആകും. പക്ഷേ എനിക്ക് നടന്നത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ഒരു നാടകം. അതൊക്കെ കല്യാണമാ. നിധി പറയുന്നു തെറ്റാ, ഇതെല്ലാം എന്റെ തെറ്റാ. ഒരുപാട് ആലോചിച്ച് വേണമായിരുന്നു 2 കല്യാണവും പ്ലാൻ ചെയ്യാൻ. ഞാൻ കാരണം മറ്റാളുകൾക്കും കഷ്ടമായി. ഇത് കേട്ട് സുധീഷ് പറയുന്നു മതി, താൻ വെറുതെ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നല്ലതിനെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്തു, അത് നടന്നില്ല, അങ്ങനെ കരുതിക്കോ. എന്തായാലും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ നിധിക്ക് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. സുഭാഷ് ഏട്ടനോടും എന്റെ കുടുംബത്തോടും ഒക്കെ ഇത്രയും സ്നേഹം തോന്നുന്നുണ്ടല്ലോ നോർക്കുമ്പോഴേ ഭയങ്കര അത്ഭുതം തോന്നുവാ. ഇത് കേട്ട് നിധി പറയുന്നു ശരിയാ, ഒരു ചേട്ടനോടുള്ള ഇഷ്ടം എനിക്ക് സുഭാഷ് ഏട്ടനോടുണ്ട്. പക്ഷേ അത് മാത്രമല്ലല്ലോ, എന്തായാലും ഒരു ദിവസം ഈ വീട് വിട്ട് ഞാൻ പോണം. അപ്പൊ വീട്ടിൽ മൂന്നാമത് വന്ന് കയറിയ പെണ്ണും ഇറങ്ങിപ്പോയെന്നേ ആളുകൾ പറയും. അതിനു മുമ്പ് ഈ വീട്ടിലൊരു പെൺകുട്ടി വന്ന് കയറണം. സുഭാഷ് ഏട്ടൻ ഒരു ഭാര്യ വന്നിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ ആ പേരുദോഷം ഉണ്ടാകില്ല. ഈ വീടിന് വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത് അതാ. സുധീഷ് ചോദിക്കുന്നു അപ്പൊ അതിനു വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത്. നിധി പറയുകയാണ് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണം, ആള് സന്തോഷമായിട്ടിരിക്കണം, അതിനെനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അതോടൊപ്പം ഇതും വേണമല്ലോ. ഇത് കേട്ട് സുധീഷ് പറയുന്നു ചെന്നുള്ളിൽ ചെന്ന് നടന്നതോർത്ത് കരഞ്ഞോണ്ടിരിക്കും. ഇയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പുറത്തോട്ട് കൊണ്ടുവന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തു പറ്റിയെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ഒന്നുമില്ല, പോയി ചേട്ടനും അനിയത്തിയും കൂടി തമ്മി സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ, അല്ലെങ്കിൽ വേണ്ട ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ സുഭാഷ് ചോദിക്കുന്നു എന്താടാ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ ഭാഗത്ത് ചടങ്ങിരിക്കുന്നത്, ഇന്ന് ജോലിക്കൊന്നും പോകണ്ടേ. എടാ നിനക്ക് ഷോപ്പ് തുറക്കണ്ടേ ഹരീഷ്, സമയം എത്രയായി. ഹരീഷ് പറയുന്നു അത് അവര് തുറന്നോളും, സുഭാഷ് ഏട്ടൻ ഓക്കെയാണോ അത് പറ. സുഭാഷ് പറയുന്നു എനിക്കെന്താ പ്രശ്നം. എടാ ഞാൻ ഇന്നലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ. ഇന്ന് വാർപ്പ് നടക്കുക, എനിക്ക് നേരത്തെ പോണം. ചോറും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രാവിലെ ഉച്ചയ്ക്കും അത് തന്നെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. എടാ ഓക്കെ അല്ലേടാ. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ഫുഡിന്റെ കാര്യമൊക്കെ വിട്, രാവിലെ കിട്ടാറുള്ള കാപ്പി എവിടെ. സുഭാഷ് പറയുകയാണ് ഞാനത് മറന്നു, ഞാൻ ഇപ്പൊ എടുക്കാം. അങ്ങനെ സുഭാഷ് അടുക്കളയിലേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു സമ്മതിക്കണം നിങ്ങളെ, ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് ഒരാലോചനയില്ല അല്ലേ. കാപ്പി വേണമെങ്കിൽ അവനവൻ തന്നെ ഉണ്ടാക്കണം, അല്ലാതെ ഓർഡർ ചെയ്യുമ്പോൾ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ സുഭാഷ് ഏട്ടൻ എന്താ നിങ്ങളുടെയൊക്കെ വെയിറ്ററാണോ. എനിക്ക് പറയേണ്ട കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സുഭാഷ് പറയുന്നു പറ ഭയ്യ എത്തിയോ, ഞാനേ സുധീഷിനോടൊന്ന് ചോദിക്കട്ടെ. ശരി. ഈ സമയം കോളിലേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു എടാ ഇന്നിട്ട് മാറാ അങ്ങോട്ട്. ഇത് കേട്ട് സുധീഷ് എഴുന്നേറ്റ് മാറുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് മനുഷ്യന് വിശന്നിട്ട് വയ്യ, അവനോട് പോയി. അങ്ങനെ അടുക്കളയിലേക്ക് ചെന്ന് ഭാസ്കരൻ ചോദിക്കുന്നു എന്തുവാടെ രാവിലെ കഴിക്കാൻ. ചോറും സാമ്പാറും ഉണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു പലഹാരം ഒന്നും ഇല്ലേടാ, രാവിലെ ഉച്ചയ്ക്കും ചോറും സാമ്പാറും. ശരി എന്തേലും ആവട്ടെ. അങ്ങനെ ചോറും സാമ്പാറും പ്ലേറ്റിലേക്ക് വിളമ്പി ഹോളിലേക്ക് പോവുകയാണ് ഭാസ്കരൻ ഹോളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സുധീഷിന് ചായ കൊണ്ട കൊടുക്കുകയാണ് സുഭാഷ്. ശേഷം സുഭാഷ് പറയുന്നു എടാ നമ്മുടെ ഭയ്യയില്ലേ, അവന്റെ അച്ഛനും അമ്മയൊക്കെ ബംഗാളിന്ന് വന്നിട്ടുണ്ട്, അവരെ തിരുവനന്തപുരം ഒക്കെ ചുറ്റി കാണിക്കാനായിട്ട് ഒരു വണ്ടി വേണം, നിനക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ. സുധീഷ് പറയുന്നു അതിനെന്താ ചെയ്യാലോ. സുഭാഷ് പറയുന്നു എത്ര രൂപയാകുമെന്ന് അവൻ ചോദിച്ചു. സുധീഷ് പറയുന്നു അതിപ്പോ ടൗണിലുള്ള കറക്കമല്ലേ, കിലോമീറ്റർ നമുക്ക് പറയാൻ പറ്റില്ല, രാവിലെ മുതൽ രാത്രി വരെയുള്ള പരിപാടിയാണെങ്കിൽ ഒരു 4000 രൂപയാകും. സുഭാഷ് പറയുന്നു അത് കൂടുതലല്ലേടാ, അവന്റെ കയ്യിൽ അത്രയും കാശൊന്നും കാണത്തില്ല. സുധീഷ് പറയുകയാണ് ഇതൊന്നും അത്ര കൂടുതലല്ല ഏട്ടാ, അതൊന്നും ഇല്ലാതെ ഒരു വണ്ടിയും വരാൻ പോകുന്നില്ല. പിന്നെ സുഭാഷ് പറയുന്നു നീ തോമസ് ഏട്ടനോടൊന്ന് ചോദിച്ചു നോക്ക്. സുധീഷ് പറയുകയാണ് അതിലൊന്നും വലിയ കാര്യമില്ല സുഭാഷ് ഏട്ടാ, അയാൾ സമ്മതിക്കാനൊന്നും പോകുന്നില്ല. നിധി ചോദിക്കുന്നു ആരെ ഈ തോമസ് ഏട്ടൻ, നിങ്ങളുടെ സ്വന്തം ട്രാവൽസ് അല്ലേ, അതിലൊരു വണ്ടി എത്ര രൂപയ്ക്ക് ഓടണമെന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചൂടെ. ഇത് കേട്ട് എല്ലാവരും സുധീഷിനെ നോക്കുകയാണ്. പൊട്ടിച്ചിരിച്ച് ഭാസ്കരൻ ചോദിക്കുന്നു ഇവന്റെ ട്രാവൽസോ, ഇവൻ അങ്ങനാണോ നിന്നോട് പറഞ്ഞിട്ടുള്ളത്. അതേന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് മോളെ നീ ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയായിട്ടും ഇവനൊരു ട്രാവൽസിന്റെ ഓണർ ആണെന്ന് നീ വിശ്വസിച്ചോ. സുധീഷ് പറയുന്നു ദേ കഴിക്കാനാണെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോയാ പോരെ, വെറുതെ വർത്താനം പറയുന്നത് എന്തിനാ. ഭാസ്കരൻ പറയുകയാണ് ഞാൻ പറയുമെടാ, നിന്നെ പോലുള്ള കള്ളന്മാര് ഈ വീടിനകത്ത് കഴിയുമ്പോൾ അത് വിളിച്ചു പറയാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേടാ. എന്റെ കുട്ടി ഇവന്റെ മോന്ത കണ്ടിട്ട് ഇവനൊരു ട്രാവൽസിന്റെ മുതലാളിയാണെന്ന് നിനക്ക് തോന്നിയല്ലോ, ഇവൻ വെറും ഡ്രൈവർ, കൂലിക്ക് വണ്ടി ഓടിക്കുന്ന വെറും ഡ്രൈവർ. സുധീഷ് പറയുന്നു നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. ഭാസ്കരൻ പറയുകയാണ് ഞാൻ എന്തിനാടാ മിണ്ടാതിരിക്കുന്നത്, ഭാസ്കരൻ ഡ്രൈവർ ആയിരുന്നു, സ്വന്തമായിട്ട് ലോറി ഉണ്ടായിരുന്ന ഡ്രൈവർ കം മുതലാളി. നീ അങ്ങനല്ല, ആ തോമസിന്റെ ശമ്പളം പറ്റുന്ന വെറും ഡ്രൈവർ. എടാ ആ പണിക്ക് അന്തസ് തോന്നുന്നില്ലെങ്കിൽ അത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ മുതലാളിയാണെന്ന് അടിച്ചു വിടുകയല്ല വേണ്ടത്. ഹരീഷ് പറയുകയാണ് ഇങ്ങനെ ഏട്ടത്തിയുടെ വീട്ടിലേക്ക് ഡ്രൈവറായിട്ടല്ലേ വന്നത്, എന്നിട്ട് ഈ നുണ വിശ്വസിച്ചോ. നിധി പറയുന്നു ഏറ്റവും അടുപ്പമുള്ള ഒരാൾ പറഞ്ഞതുകൊണ്ടാ സ്വയം വന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈവറെ അയച്ചേനെ എന്നാ അന്ന് പറഞ്ഞത്. നികേഷ് മനസ്സിൽ
പറയുന്നു, ഓ ബുദ്ധിമാനായ മണ്ടൻ. ഭാസ്കരൻ പറയുന്നു, നീ അത് വിശ്വസിക്കുകയും ചെയ്തു അല്ലെ? അതെ, സ്വന്തം വണ്ടിയും കൊണ്ടാണ് ഇവൻ വന്നിരുന്നെങ്കിൽ പിന്നെയും വിശ്വസിക്കാം. ഇത് നിങ്ങളുടെ വീട്ടിലെ വണ്ടി ഓടിക്കാനല്ലേ ഇവൻ വന്നത്? ഏതെങ്കിലും മുതലാളി അങ്ങനെ ചെയ്യുമോ മോളെ? സുധീഷ് പറയുന്നു, മതി, ഇനി നിങ്ങൾ എല്ലാവരും കൂടി അത് കീറി മുറിക്കാൻ നിൽക്കണ്ട. അന്ന് ഒറ്റ രാത്രി എല്ലാം കൂടി ഒരുമിച്ചങ്ങ് പറഞ്ഞുപോയി. അതിന് ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. നിധി പറയുന്നു, എന്നാ പിന്നെ ഇങ്ങനെ ഒരു നുണ കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് ആദ്യത്തെ കള്ളങ്ങൾ പൊളിഞ്ഞപ്പോൾ സമ്മതിക്കണമായിരുന്നു. എനിക്ക് സംശയം ഇല്ലാതിരുന്നത് കൊണ്ട് നിങ്ങൾ മുതലാളിയാണെന്ന് വിശ്വസിച്ചിട്ടോ അല്ല. ഈ കള്ളവും നാച്ചുറലി പൊളിയുന്ന ഒരു ദിവസം വരെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ പറഞ്ഞ മറ്റു കള്ളങ്ങൾ പൊളിഞ്ഞപ്പോഴെങ്കിലും ഇതുകൂടി ഏറ്റു പറയാനുള്ള സത്യസന്ധത കാണിച്ചു. ഇല്ലല്ലോ, നിങ്ങളെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളില്ല, ഭൂലോക നുണയൻ. അങ്ങനെ നിധി അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയുന്നു, നിധി ഹലോ. പുഞ്ചിരിച്ച് ഭാസ്കരൻ പറയുകയാണ്, ചെല്ല്. ഹരീഷ് പറയുന്നു, നാണോ ഇല്ലേ സുധീഷ് ഏട്ടാ? നികേഷ് പറയുകയാണ്, അതെ, ആദ്യമേ തുറന്നു പറയാമായിരുന്നു, ഇതല്പം ചീപ്പായി പോയില്ലേ? സുഭാഷ് പറയുന്നു, എടാ ഇനിയെങ്കിലും സത്യം പറഞ്ഞ് ശീലിക്കടാ. ചേട്ടാ ഞാൻ സുധീഷ് പറയുമ്പോൾ, ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോകുമെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാണ്. ഭാസ്കരൻ പറയുന്നു, ഇപ്പോഴാ വയറും മനസ്സും ഒക്കെ ഒന്ന് നിറഞ്ഞത്. തുടർന്ന് നിധി തുണി അലക്കി വിരിക്കുമ്പോൾ അരികിലേക്ക് വന്ന് സഹായിക്കാനായി തുടങ്ങുകയാണ് സുധീഷ്. തടഞ്ഞുകൊണ്ട് നിധി പറയുന്നു, അവിടെ വെച്ചാ മതി, ഞാൻ വിരിച്ചോളാം. ദേഷ്യത്തിലാണോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കാണ്, ഞാൻ എന്തിനു നിങ്ങളോട് ദേഷ്യപ്പെടണം? സുധീഷ് പറയുന്നു, നിധി ഒരു കാര്യം താൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നുണകളെല്ലാം ഞാൻ ഒരുമിച്ച് പറഞ്ഞതായിരുന്നു. ഇപ്പോ ഓരോന്നായിട്ട് പൊളിയുന്നതേ ഉള്ളൂ. എടോ ഒന്ന് ക്ഷമിച്ചു വിട് ചങ്ങാതി. നിധി പറയുന്നു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നുണ വേണമെങ്കിലും പറഞ്ഞോളൂ. അത് എന്നെ ബാധിക്കാത്തടത്തോളം എനിക്കെന്ത് കാര്യം? നിങ്ങൾ ഡ്രൈവറോ മുതലാളിയോ ട്രാവൽസ് നടത്തുന്ന ആളോ ഇനി ഏതെങ്കിലും വലിയൊരു കാർ കമ്പനിയുടെ MD തന്നെ ആയാലും എനിക്കൊരു പ്രശ്നമില്ല. സുധീഷ് പറയുന്നു, ദേ ഇപ്പൊ കണ്ടില്ലേ, ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം ചീത്തയാ വിളിക്കുന്നത്. നിധി പറയുന്നു, അല്ല ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ? ഇത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുന്ന സുധീഷിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. സുനന്ദയ്ക്ക് വിവാഹം ആലോചിച്ച പയ്യന്റെ വീട്ടുകാരിൽ ഒരാൾ ആ വീടിനെ കുറിച്ചും സുനന്ദയെ കുറിച്ചും അന്വേഷിക്കാനായി ജംഗ്ഷനിലേക്ക് വരികയാണ്. ഭാസ്കരനോട് അയാൾ അന്വേഷിക്കുമ്പോൾ ആ വീടിനെ കുറിച്ച് മോശമായി പറയുകയാണ് ഭാസ്കരൻ. ഇത് കേട്ട് അവിടേക്ക് വന്ന സുഭാഷ് അച്ഛൻ ആ വീട്ടുകാരോട് ശത്രുതയുണ്ടെന്നും സുനന്ദ നല്ലൊരു പെൺകുട്ടിയാണെന്നും വീട്ടുകാരും നല്ല ആൾക്കാരാണെന്നും ഒക്കെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി വീട്ടിലേക്ക് പോവുകയാണ് ഭാസ്കരൻ. നികേഷും നിധിയും കാര്യം അന്വേഷിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ആ സുനന്ദ പെണ്ണിന് കല്യാണം ആലോചിച്ച വീടില്ലേ, ആ വീട്ടിൽ നിന്ന് ഒരാള് പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ജംഗ്ഷനിൽ വന്നിരുന്നു. നിശ്ചയത്തിന്റെ തീയതി കുറിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ഒരു അന്വേഷണം ഉണ്ടല്ലോ, വന്നു പെട്ടതോ എന്റെ മുമ്പിൽ. സുഭാഷ് സുനന്ദയെ കുറിച്ച് നല്ലത് പറഞ്ഞത് ഭാസ്കരൻ നിധിയോട് പറയുകയാണ്. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് നിധി. തുടർന്ന് നിധി ചോദിക്കുന്നു, നിന്റെ സുഭാഷേട്ടൻ ഇത്രയ്ക്ക് പാവാണോ? നികേഷ് പറയുകയാണ്, ആ കല്യാണം നടക്കാത്തതില് സുഭാഷേട്ടന് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് കാണിക്കില്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് നിധി. തുടർന്ന് സുഭാഷും സുധീഷും റോഡിലൂടെ നടന്നു വരുമ്പോൾ ജനലിന്റെ അരികിലേക്ക് വന്ന സുനന്ദ കണ്ടു നിറങ്ങി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുഭാഷും സുധീഷും തിരിഞ്ഞ് സുനന്ദയെ നോക്കുകയാണ്. സുഭാഷും സുനന്ദയും കണ്ണു നിറഞ്ഞു നോക്കി നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് അവരെ ശ്രദ്ധിക്കുകയാണ് സുധീഷ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.